ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന NPCL അതായത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്, ട്രേഡ് അപ്രൻറ്റീഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിന് മുൻപ് നമ്മളൊന്ന് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചാനലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദെൻ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻഗേജ്മെൻറ്റ് ഓഫ് ട്രേഡ് അപ്രൻറ്റീസ്. ഇതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 4 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, 94 വേക്കൻസിയാണ്. ഇലക്ട്രീഷ്യൻ 94 വേക്കൻസി. ഇലക്ട്രോണിക് മെക്കാനിക്ക് 94 വേക്കൻസി. ദെൻ കോപ്പ 14 വേക്കൻസി. ടേണർ നിങ്ങൾക്ക് 13 വേക്കൻസി. മെഷീനിസ്റ്റ് നിങ്ങൾക്ക് 13 വേക്കൻസി. വെൽഡർ നിങ്ങൾക്ക് 13 വേക്കൻസി. അപ്പോൾ ഈ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു വർഷത്തെ ITI ആണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 7700 പെർ മന്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. ഇത് 2 വർഷം ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 8855 രൂപയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 14 വയസ്സാണ് മിനിമം. ദെൻ മാക്സിമം 24 വയസ്സ് കഴിയാൻ പാടില്ല. ഇതാണ് ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് 4/4/2024 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 24 കഴിയാൻ പാടില്ല. അതോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 27 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. പിന്നെ PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷമായിരിക്കും കേട്ടോ അപ്രൻറ്റീഷിപ്പിൻ്റെ. അപ്പോൾ അപ്രൻറ്റീഷിപ്പിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് അതിനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 335 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇനി കാറ്റഗറി വൈസ് SCക്ക് എത്രയുണ്ട്, OBCക്ക് എത്രയുണ്ട് എന്നുള്ള വേക്കൻസി കൂടെ കാണാൻ ജസ്റ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ട്രേഡിൻ്റെയും SC, OBC, EWSനൊക്കെ എത്ര വേക്കൻസി ഉണ്ട്, ജനറൽ വേക്കൻസി എത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, then അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതത് ട്രേഡുകളിൽ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരു അപ്രൻറ്റീഷിപ്പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു നിയമമുണ്ട്, അങ്ങനെയുള്ളൊരു റൂൾ ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി അപ്രൻറ്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാനിലായിരിക്കും. ഇപ്പോൾ രാജസ്ഥാൻ രാജ്ബട്ട സൈഡിലായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്ലേസ് ഓഫ് ട്രെയിനിങ് വരുന്നത്. ഇനി ഇതിന് മിനിമം നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. അതായത് മിനിമം ഹൈറ്റ് നമുക്ക് 137 സെൻറ്റിമീറ്റർ ആൻഡ് എബോവ് ആണ്. ഓക്കെ, മിനിമം 137 സെൻറ്റിമീറ്റർ വേണം എന്നുള്ളതാണ്. ഹൈറ്റ് 137. ഓക്കെ, അപ്പം 137 എല്ലാവരും ഉണ്ടാവുമല്ലോ. മിനിമം 137 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം കേട്ടോ. അതിന് മുകളിലേക്കായാലും കുഴപ്പമില്ല, താഴോട്ടാവരുത്. അതോടൊപ്പം തന്നെ ചെസ്റ്റിൻ്റെ നിശ്ചിത സെൻറ്റിമീറ്റർ ചെസ്റ്റ് വീതി വേണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു നോർമൽ എക്സ്പാൻഷൻ റേറ്റോടെ പറയുന്നുണ്ട്. മിനിമം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് 3.8 വേണം. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഓക്കെ, 3.8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം വെയിറ്റ് 25.4 കിലോഗ്രാം അറ്റ്ലീസ്റ്റ് മിനിമം വെയിറ്റും വേണമെന്നുള്ള കണ്ടീഷനാണ്. പിന്നെ കാഴ്ചക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അത് മീൻസ് കണ്ണ് കാണാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കുക. പിന്നെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് നമുക്ക് ITIയുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇതിലേക്ക് യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരും. ഇപ്പോൾ മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോയാൽ മതി. അതിന് മുൻപ് നമുക്ക് വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നുമില്ല, അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൈറ്റുകളിൽ അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ സെക്ടറുകളിലൊക്കെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ ITIയുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൽ ഇപ്പം നമ്മളിത് സ്കിപ്പ് ചെയ്തെന്ന് പറയേണ്ട ആവശ്യമായിട്ടാണ് ഇത് പറയുന്നത്. അതായത് നമ്മുടെ രാജസ്ഥാൻ സൈറ്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന രാജ്ബട്ട NPCLൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, അതിന് ചുറ്റളവിൽ 16 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അത് വിചാരിച്ച് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളെ എടുക്കില്ല എന്നല്ല കേട്ടോ. അവർക്ക് ഒരു ബോണസ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ITIയിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഏത് സ്റ്റേറ്റിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തെന്ന് പറയേണ്ട ആവശ്യമായിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നാപ്സിൽ ഇപ്പോൾ ITI കഴിഞ്ഞവർക്ക് നാപ്സ് വളരെ ഫെമിലിയർ ആയിരിക്കും. ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അതാണ് നിങ്ങൾക്കറിയാം നാപ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ NPCLൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. അപ്പോൾ നാപ്സിൽ നിങ്ങൾ ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ ഉണ്ട്, ഈ നമ്പർ വെച്ചൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിലവിൽ അവിടെ ആക്റ്റീവ് ആയിട്ടില്ല. ഇനി നാപ്സിലും ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഇതപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. നിലവിൽ അവരെന്ത് ഇതിന് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി അപ്ഡേറ്റ് ചെയ്താൽ ഇത്
ഇതുവഴി നിങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് തരും കേട്ടോ. നിങ്ങൾ ആദ്യത്തിൽ വൺ ടൈം അതായത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റോടെ സെർച്ചിൽ നമുക്ക് എന്താണ് ഇപ്പം അത് ഓപ്പൺ ആക്കിയിട്ടില്ല, അവർ അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവഴി ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൽ രജിസ്റ്റർ ചെയ്യും, അതിൽ എന്താണ് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നാപ്സിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവർ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊന്നും. അപ്പോൾ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഈ നാപ്സ് അല്ല നമ്മുടെ NPCLൻ്റെ കരിയർ പേജിൽ കയറിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അതെങ്ങനെയാണ് നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ NPCLൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, പിന്നെ സിഗ്നേച്ചർ വേണം, പിന്നെ ITA മാർക്ക് ഷീറ്റ് വേണം, എല്ലാ സെമസ്റ്ററിൻ്റെ എല്ലാ ഇയർ ആണെങ്കിൽ ഇയർ എൻ്റെ എല്ലാം, പിന്നെ SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, നല്ല റിലാക്സേഷൻ ഇതൊക്കെ കിട്ടുള്ളൂ. ഇല്ലേ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ 10ാം ക്ലാസ് SSLC മാർക്ക് ഷീറ്റ് വെക്കുക. പിന്നെ നമ്മൾ ആധാർ കാർഡ് എന്ത് ചെയ്യുക, അതിലേക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഡൊമസൈൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിലാണ്, നമുക്കത് എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധം ഉണ്ടാവില്ല, സാധ്യതയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് NPCLൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ കറണ്ട് വേക്കൻസീസ് പറഞ്ഞിട്ട് കാണാൻ പറ്റും കേട്ടോ, ട്രേഡ് അപ്രൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാം മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 4 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താണ്, ക്ലിക്ക് ന്യൂ രജിസ്ട്രേഷൻ, ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെൻറ്റ് നമ്പറൊക്കെ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഏത് ട്രേഡിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് എന്നുള്ള പോസ്റ്റ് നെയിം നമ്മളവിടെ സെലക്ട് ചെയ്യുക. ഏത് ഡിസിപ്ലിനാണ്, ഫിറ്ററാണ്, ഇലക്ട്രീഷ്യനാണ്, മെഷീനിസ്റ്റാണ് വിചാരിച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഫോം ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് വരും. നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്രൻറ്റീഷിപ്പിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ എന്നുള്ളത് നമ്മളെ നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഈ അപ്രൻറ്റീഷിപ്പ് എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതാണ് നാപ്സ്, ഇതിൻ്റെ ഹോം പേജ് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന സൈറ്റാണ് എന്ന് വിചാരിക്കുന്നു. കാരണം IT കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാം നാപ്സിനെ കുറിച്ചിട്ടോ അപ്രൻറ്റീഷിപ്പ് സൈറ്റിനെ കുറിച്ച് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഈ പറയുന്ന ഇതിൽ നമ്മൾ ഇവിടെ നിൽക്കണം ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് കാണാം കേട്ടോ. ഇതിൽ നമ്മൾ കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണമല്ലോ, രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ IT സ്റ്റുഡൻറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് നമ്മളെ ITൻ്റെ റോൾ നമ്പർ അടിച്ചു കൊടുത്താൽ തന്നെ ഡാറ്റകളൊക്കെ ഫെച്ച് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണും. അങ്ങനെ നമ്മൾ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ NPCLൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കണം കേട്ടോ, നിർബന്ധമാണ്. ഓക്കെ, പിന്നെ നമ്മളെന്താണ് ഈ പറയുന്ന നിലവിൽ ഏതെങ്കിലും അപ്രൻറ്റീഷിപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ അത് നോ കൊടുക്കണം. യെസ് എന്ന് കൊടുത്താൽ നമ്മൾ എലിജിബിൾ അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോ കൊടുക്കണം. ഇനി കാറ്റഗറി ജനറൽ OBC ഏതായിരിക്കും നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, OBC ആണെങ്കിൽ OBC എന്നുള്ളത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, നമ്മുടെ പേര്, പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നാഷണാലിറ്റി, പിന്നെ ആധാർ നമ്പർ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ നമ്മൾ NPCL ജോലി ചെയ്യുന്നവരാണെന്നത് നോ കൊടുക്കുക. ഓക്കെ, പിന്നെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ യൂസർ നെയിം, നമ്മളിവിടെ ഒരു യൂസർ നെയിം കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെക്ക് അവൈലബിലിറ്റി നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ GOCL എന്ന് കൊടുക്കാം, യൂസർ നെയിം ആയിട്ട് കൊടുക്കുകയാണ്, നമ്മൾ മാനുവലായിട്ട് കൊടുക്കുകയാണ്. GOCL എന്ന് അടിച്ചു കൊടുത്തു. ഇവിടെ ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ നെയിം അവൈലബിൾ എന്ന് കാണാം. ഇനി നിങ്ങൾ അടിക്കുന്ന നെയിം ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്പറോ ലെറ്റർ എന്തെങ്കിലും കൊടുത്തിട്ട് മാറ്റാം കേട്ടോ. പിന്നെ പാസ്വേഡ് നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുക, കൺഫേം ചെയ്യുക. ദെൻ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഈ ഡാറ്റ ഈ ഒരു ക്യാപ്ച കോഡ് കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആ ഒരു ഫോമിലേക്കാണ് പോവുക. അവിടെ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക, ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നാപ്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വെറുതെ ഒന്ന് ഇവിടെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇപ്പം തന്നെ അപ്ലൈ ചെയ്തോണമെന്നില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പം എന്താണ് അത് വന്നിട്ടില്ല കേട്ടോ. ഈ പറയുന്ന NPCL നമുക്ക് എന്താണ് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഓക്കെ NPCLൻ്റെ വേക്കൻസി നമുക്ക് ഇവിടെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അഥവാ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് ഇത് വഴിയൊന്നും ജസ്റ്റ് അതിലൊന്ന് അപ്ലൈ ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ അതിൽ നമുക്ക് NPCL ഒറ്റൊന്നും നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് വഴി ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, ഇത് നിങ്ങൾ കാത്തിരിക്കുന്നു വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, NPCLൻ്റെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതിൽ യാതൊരു എക്സാം ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് NPCLൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക, സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.